വാഴാനി ഡാമിൻ്റെ എൻട്രൻസിൽ നിന്നും കുറച്ച് മാറി ഇടതുഭാഗത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും, ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ 10 രൂപയും കാർ ആണെങ്കിൽ 20 രൂപയാണ് നിലവിൽ ഇവിടെ ചാർജ് ചെയ്യപ്പെടുന്നത്. കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? അതെ, നമ്മളിന്ന് അവിടെയാണ് വന്ന് നിൽക്കുന്നത്, നമ്മുടെ സ്വന്തം വാഴാനി ഡാമിൽ. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് ഏതാണ്ട് ഒരു 9 കിലോമീറ്റർ മാറിയിട്ടാണ് കേച്ചേരി പുഴയ്ക്ക് കുറുകെ നമ്മുടെ ഈ വാഴാനി ഡാം സ്ഥിതി ചെയ്യുന്നത്. എൻട്രൻസിൽ നിന്നും നമ്മൾ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു ബോർഡാണ് ആംഫി തിയേറ്റർ. ഓണത്തിനും ക്രിസ്മസിനൊക്കെ തീർത്തും ലൈവായി നിൽക്കുന്ന ഒരിടമാണ് നമ്മുടെ ഈ ഓപ്പൺ സ്റ്റേജ്. നമ്മുടെ ആംഫി തിയേറ്ററൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴേ ഒരു ഊഞ്ഞാല് വെറുതെ കിടക്കണം. അപ്പം ഞാൻ ഓടിക്കയറി ഇതിൽ വന്നു. പെട്ടെന്ന് എൻ്റെ ഭാരത്തിലേക്ക് വന്നെത്തിയൊരു ഓർമ്മ പോലേക്ക് തോന്നിട്ടോ. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഡാമിൻ്റെ മുകളിൽ എത്തിട്ടോ. ഇനി നമുക്ക് റിസർവോയറിലെ കാഴ്ചകളൊക്കെ കാണാം. തീർത്തും പരമ്പരാഗതമായ ശൈലിയിൽ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഒരു ഡാമാണ് നമ്മുടെ ഈ വാഴാനി ഡാം. എന്ത് മനോഹരാണല്ലേ നമുക്കിത് കാണാൻ. ഒന്ന് ഇറങ്ങാൻ തോന്നും, പക്ഷേ നമുക്ക് ഇറങ്ങാൻ അനുവാദമില്ല കേട്ടോ. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഓരോ നോട്ടിഫിക്കേഷൻ പോലെ ഓരോ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഡാമിന്റെ ഒരു വശത്ത് വെള്ളത്തിന്റെ ഓളവും മറുവശത്ത് ഗാർഡന്റെ പച്ചപ്പും കണ്ണുകൾക്ക് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഡാമിന്റെ ഷട്ടർ തുറക്കുന്ന ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 1962 കേട്ടോ നമ്മുടെ ഈ വാഴാനി ഡാം നിർമ്മിക്കപ്പെടുന്നത്. പ്രധാനമായിട്ടും കൃഷിക്കും കുടിവെള്ളത്തിന്റെ ആവശ്യത്തിനുമാണ് ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കുന്നത്. ഡാമിന്റെ തന്നെ പ്രധാന ഭാഗമായ ഷട്ടറാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തൂക്കുപാലം. എന്തായാലും അതിൻ്റെ ഒരു ഭംഗി. തൂക്കുപാലത്താട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമാണ് തൂക്കുപാലെങ്കിലും അധികം വലിയ സാഹസത്തിന് ആരും മുതിരാൻ നിൽക്കണ്ട കേട്ടോ. ചെറിയ കുലുക്കോ ആട്ടോ ഒക്കെ ഉണ്ട് തൂക്കുപാലത്തിന്. മഴക്കാലം ആയതുകൊണ്ടായിരിക്കണം ഡാമിന്റെ ചുറ്റുപാടും ഒരു പച്ച പുതപ്പിട്ട് പുതച്ച പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. സന്ദർശകർക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ട് ഒത്തിരി ഇരിപ്പിടങ്ങൾ നമുക്ക് ചുറ്റും കാണാട്ടോ. റിസർവോയറിന്റെ ഭാഗത്തു നിന്നും കണ്ട ആ ഗാർഡനിലേക്കാട്ടോ നമ്മളിപ്പോ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗാർഡന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എൻജോയ് ചെയ്യാനുള്ള അടുത്തൊരു സ്പോട്ടാണ് ചിൽഡ്രൻസ് പാർക്ക് കേട്ടോ. നമ്മുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഓരോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കൊച്ചു യാത്രകളാണ്. ആ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അതിലെ യാത്രക്കാരും. സോ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാ യാത്രക്കാരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ദിസ് ഈസ് സൈനിങ് ഓഫ് ബ്രൈറ്റ ഫ്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.